ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ സ്പോട്ടായിട്ടുള്ള അവലാഞ്ചിയിൽ നമ്മൾ എത്തിക്കുക കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ നല്ല പണി വന്നുകൊണ്ട് തന്നെ ആദ്യം ഫോറസ്റ്റിലേക്ക് കയറിപ്പോയ പിന്നെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അവലാഞ്ചിയിൽ വന്നിട്ട് നമ്മൾ ജീപ്പ് സഫാരി എടുത്തേക്കുവാണേ. അപ്പം നിങ്ങൾ ആരും വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അവലാഞ്ചി കാർ പാർക്കിൽ നിന്ന് നമ്മുടെ ലൊക്കേഷൻ ഇട്ടിട്ട് വേണം കേട്ടോ വരാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ ജീപ്പ് സഫാരിയുടെ കഥ പറയാം. ജീപ്പ് സഫാരിക്ക് 8 പേർക്ക് 2000 രൂപയായിട്ട് വന്നത്. 8 പേരായാലാണ് ആ ജീപ്പ് സഫാരി മുന്നോട്ട് പോകത്തുള്ളൂ താനും. അങ്ങനെ ഇനിയിപ്പോൾ ദേ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കാമെന്നൊക്കെ. ഇവിടെ ദേ 2 വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ആയിട്ട് കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്, പക്ഷെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും കാണാനായിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നം. പിന്നെ ദേ ഇവിടുത്തെ കുന്നും മലയൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയില്ലേ, അതായിരുന്നു മെയിനായിട്ടുള്ള ഭംഗി. ഇനിയിപ്പോൾ ദേ നമ്മളിനിയിപ്പോൾ കുറച്ച് ദൂരം അങ്ങ് നടന്നിട്ട് ഒരു വെള്ളച്ചാട്ടം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടത്തിലും വെള്ളമില്ല അങ്ങനെ. അപ്പം നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെയുള്ള സമയത്ത് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുന്നൊക്കെ. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് ഓടി വരാം കേട്ടോ.